ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഉത്തരം യങ് ഇന്ത്യ. യങ് ഇന്ത്യ എന്നാണ് മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര്. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കേരളം. കേരളത്തിലാണ് കാർഡമം കുന്ന് സ്ഥിതി ചെയ്യുന്നത്. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സിക്കിം. സിക്കിമിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മേഘാലയ. മേഘാലയയിലാണ് ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഉത്തരം ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോകപ്രശസ്ത ക്ഷേത്രം ഏത്? ഉത്തരം ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രമാണ് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോകപ്രശസ്ത ക്ഷേത്രം. മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അതായത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ.